അങ്ങനെ നമ്മളൊക്കെ കാത്തിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ വാർത്തയുടെ ഒരു വിവരം പുറത്തുവരികയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു. ജൂലൈ 16-നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നത്. അത് അന്നത്തെ ദിവസം, അതായത് ജൂലൈ 16 നാളെ നടപ്പിലാക്കില്ല, വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തൂക്കുകയറിലേക്ക് അധിക ദൂരം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാന നിമിഷത്തിലും യമൻ പൗരന്റെ കുടുംബവുമായി വളരെ പ്രതീക്ഷയോടെ തന്നെ ചർച്ചകൾ തുടരുകയായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറാണ്. വധശിക്ഷ വിധിച്ചവർക്ക് കുടുംബം ആവശ്യപ്പെടുന്ന പണം നൽകിയാൽ മാപ്പ് നൽകാൻ മതത്തിലുള്ള വ്യവസ്ഥയാണ് അദ്ദേഹം പിടിവള്ളിയായി ഉപയോഗിച്ചത്. എന്തായാലും എന്തുകൊണ്ടും വളരെ സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്, നിമിഷപ്രിയയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിമിഷപ്രിയയ്ക്ക് എന്ത് സംഭവിക്കും, യമൻ ഭരണകൂടത്തിനോട് ഭാരതത്തിന് ഇടപെടുന്നതിനൊരു പരിധിയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അധികാരികൾ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഇനി പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നതായിരുന്നു ബാക്കി നിന്നിരുന്ന ചോദ്യം. എന്തായാലും ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. തൽക്കാലത്തേക്ക് അത് മരവിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേ ഉള്ളൂ. ഈ അവസരത്തിൽ നിമിഷ പറഞ്ഞ ചില വാചകങ്ങൾ, എന്തുകൊണ്ട് ഞാനൊരു കൊലപാതകിയായി മാറി എന്നൊരവസരത്തിൽ നിമിഷ പറഞ്ഞ വാക്കുകൾ നമുക്ക് പങ്കുവയ്ക്കാം. ക്രൂരമായ കൊലപാതകം നടത്തി പിടിക്കപ്പെട്ട് ജയിലിലായ നിമിഷപ്രിയയെക്കുറിച്ചാണ് നമ്മൾ ഏറെയും കേട്ടത്. എന്തുകൊണ്ട് താൻ കൊലപാതകിയായി എന്ന് നിമിഷ വിശദീകരിക്കുന്നു. ഒരു യുവതി എന്ന നിലയിൽ അനുഭവിക്കാവുന്ന എല്ലാ ക്രൂരതകളും സുഹൃത്തായി സഹായിക്കാൻ എന്ന പേരിലെത്തിയ ഒരാളിൽ നിന്ന് ഉണ്ടാവുക, അതിൽ നിന്നും രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ വിഫലമാവുക, അയാളെ മയക്കിക്കിടത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മരിച്ചു എന്ന് സംശയിച്ച് കൊലപ്പെടുത്തേണ്ടി വരിക, ഒടുവിൽ നുറുക്കി കഷ്ണങ്ങളാക്കി ഒളിപ്പിച്ച് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം വിഫലമാവുക, എല്ലാം അവർ വിശദീകരിക്കുന്നു. ഇതിനൊക്കെ സഹായം ചെയ്ത സഹപ്രവർത്തകയാകട്ടെ നിമിഷയ്ക്കൊപ്പം ജയിൽ ശിക്ഷയിലുമായി. കുറ്റപ്പെടുത്തിയിരുന്നവർ പലരും നിമിഷ അനുഭവിക്കേണ്ടി വന്ന ദുരിതം വായിച്ച് തലയിൽ കൈവച്ചു പോയിട്ടുണ്ട്. എറണാകുളത്തൊരു വീട്ടിൽ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന നിമിഷയുടെ അമ്മയുടെയും ഭർത്താവിന്റെയും അഭിമുഖങ്ങളും പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. നേരത്തെയും നിമിഷപ്രിയ കേസിൽ വാർത്തകൾ വന്നിട്ടുണ്ട് എങ്കിലും യഥാർത്ഥ സംഭവം, അത് പ്രതിയിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞുള്ള റിപ്പോർട്ട്, അത് എല്ലാവർക്കും അതിശയമായിരുന്നു. കൂടുതൽ മാധ്യമങ്ങൾ ഇതിനുശേഷം ഈ വാക്കുകൾ നിമിഷ പറഞ്ഞതിന് ശേഷം ആ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. നിമിഷയെ രക്ഷിച്ച് നാട്ടിൽ കൊണ്ടുവരുന്നതിനുള്ള ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. UK പ്രവാസികളായ ജയൻ എടപ്പാളും ആഷിഖ് മുഹമ്മദ് നാസറും അഭിഭാഷക ദീപയും മുസാമാഷും കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ടുമെല്ലാം അഡ്മിന്മാരായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചു. പരമാവധി മാധ്യമ പ്രവർത്തകരെ പങ്കാളിയാക്കി. അന്ന് കോവിഡ് കാലമായിരുന്നതിനാൽ ഇടയ്ക്കിടെ ഓൺലൈൻ മീറ്റിംഗ് നടത്തി പദ്ധതികൾ തയ്യാറാക്കുന്നതും ഒരു പതിവായി. പ്രവാസികൾ പലരും സഹായ ഹസ്തവുമായി മുന്നോട്ട് വന്നു. കേന്ദ്ര തലത്തിൽ നിന്നുള്ള ഇടപെടൽ മുതൽ ഉണ്ടായി എങ്കിലും എവിടേക്കോ എന്തൊക്കെയോ പാകപ്പിഴകൾ ഉണ്ടായിരുന്നു. സഹായം വാങ്ങിത്തരാം എന്ന് വാഗ്ദാനം നൽകി ചിലർ പണം തട്ടിയതാകാം എന്ന സംശയം വരെ പുറത്തു വന്നിരുന്നു. യമൻ സനയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മരണം കാത്തു കഴിഞ്ഞ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ വാട്സ്ആപ്പ് DPയിൽ ഒരു ഉദയസൂര്യന്റെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ ഇനിയും ഒരു പ്രഭാതം ഉദിച്ചുയരും എന്ന പ്രതീക്ഷ നിറഞ്ഞ ചിത്രം. എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകാം എന്ന ഭീതി മനസ്സിൽ നിറയുണ്ട് എങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിമിഷ. അതെ, ആ ശുഭവാർത്ത ഏറെക്കുറെ നമുക്കൊരു ശുഭവാർത്ത പ്രതീക്ഷിക്കാവുന്ന ഒരു നിലയിലേക്കാണ്. തൽക്കാലത്തേക്ക് വധശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒരു നല്ല വാർത്ത, അത് ഒഴിവാക്കി എന്നുള്ളൊരു വാർത്ത, ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിമിഷയെ സ്നേഹിക്കുന്നവരും നിമിഷയുടെ രാജ്യത്തുള്ളവരും. കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷുറ കൗൺസിലിന്റെ അംഗവുമായ വ്യക്തി ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം ചർച്ചയിൽ പങ്കെടുക്കാൻ തലാലിന്റെ നാടായ ഇവരെല്ലാം ദമാറിൽ എത്തിയിരുന്നു. അദ്ദേഹം ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ സുഫി പരമ്പരയിലെ അനുയായിയും മറ്റൊരു പ്രധാന സുഫി വര്യന്റെ മകനും ആണ് എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ. കുടുംബത്തെ അനുനയിപ്പിക്കുന്നതോടൊപ്പം അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തി നാളെ നടത്താൻ നിശ്ചയിച്ച ശിക്ഷാ നടപടി ഒഴിവാക്കി കിട്ടുന്നതിനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരുന്നത്. കുടുംബങ്ങൾക്ക് പുറമെ ഗോത്രങ്ങൾക്കിടയിലും ദമാർ പ്രദേശവാസികൾക്കിടയിലും വളരെ വൈകാരിക പ്രശ്നമായ ഒരു കൊലപാതകമാണ് തലാലിൻ്റെത്. അതുകൊണ്ടാണ് ഇത്രയും കാലം ആർക്കും തന്നെ ആ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയാതിരുന്നത്. കാന്തപുരത്തിന്റെ ഇടപെടലോടെയാണ് കുടുംബവുമായുള്ള കമ്മ്യൂണിക്കേഷൻ ആദ്യമായി സാധിക്കുന്നത്. പ്രമുഖ പണ്ഡിതനും സൂഫിയുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ വഴിയുള്ള ഇടപെടലാണ് കുടുംബത്തിന്റെ പുനരാലോചനയിലേക്ക് സമ്മതിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ കുടുംബം മാനിക്കുകയാണ് ചെയ്തത്. ചർച്ചയിൽ ബ്ലഡ് മണി സ്വീകരിക്കുന്ന കാര്യത്തിലും അന്തിമ തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. കുടുംബത്തെ അനുനയിപ്പിക്കുന്നതിന്റെ ശ്രമങ്ങൾക്കിടയിൽ ശിക്ഷ നൽകുന്ന നടപടി താൽക്കാലികമായി നീട്ടിവെക്കുക എങ്കിലും ചെയ്യണം എന്ന് കാന്തപുരം ആവശ്യപ്പെട്ടിരുന്നു. യമൻ ഭരണകൂടം അത് പരിഗണിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ചർച്ചകൾ രാവിലെ മുതൽ തുടരുകയായിരുന്നു. കുടുംബം പൂർണ്ണമായി അംഗീകരിച്ചാലേ ഈ നീക്കം വിജയിക്കൂ എന്നായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. എന്തായാലും വധശിക്ഷ ഒഴിവാക്കാനുള്ള ആ ഇടപെടൽ ഏകദേശം വിജയം കണ്ടെത്തി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതിന്റെ ഉത്തരവ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി മാത്രമേ പുറത്തുവരികയുള്ളൂ എന്നുമാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് ഇത്. കൂടുതൽ ആശ്വാസമുള്ള നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള വാർത്തകളിലേക്ക് കാതു നട്ടിരിക്കുകയാണ് ലോകം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.